ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മളുടെ കാൽമുട്ടിനുള്ള പെയിൻ, നീ പെയിൻ, കാൽമുട്ടിനുണ്ടാകുന്ന വേദനയുമായി ബന്ധപ്പെട്ടുള്ള 1-2 എക്സസൈസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മിക്ക ആൾക്കാരും പറയുന്നതാണ് കാലിന്റെ മുട്ടിന് വേദന, കാലുമുട്ട് വേദന. നമ്മൾ ഈ കാലിന്റെ മുട്ടിനുണ്ടാകുന്ന വേദന ഒന്നെങ്കിൽ നമ്മൾ നിരപ്പായ സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ, നിരപ്പല്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോഴോ നമ്മൾക്ക് കാലുകൾക്ക് പെയിൻ സംഭവിക്കാം. അതായത് ഈ നടന്നു പോകുന്ന വഴിയിൽ ചെറിയ രീതിയിലുള്ള കുഴിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളുടെ കാലുകൾ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നീയുടെ ഈ താഴെ നിന്ന് ഇങ്ങോട്ടുള്ള ഞരമ്പുകൾക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഈ ഞരമ്പുകൾക്കും നമ്മളുടെ കാലിന്റെ തൈ മസിലിനും അതിന് താഴോട്ടുള്ള ഭാഗങ്ങളിലേക്കും നീര് ഇറങ്ങുമ്പോഴും നമ്മൾക്ക് ഈ കാലിന്റെ മുട്ടിന് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ കാൽമുട്ടിനുണ്ടാകുന്ന പെയിൻ അതിന് നമ്മൾക്ക് 1-2 നല്ല എക്സസൈസുകൾ ഞാൻ ഈ മീഡിയയിലേക്ക് ഇട്ട് തരുന്നു. കാൽമുട്ടുകൾക്കുണ്ടാകുന്ന പെയിനിനെ ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടി നമ്മൾക്ക് കാലുകളുടെ മുട്ടുകൾക്ക് നീരില്ലാത്ത സമയത്ത് നമ്മൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്നത് ഒരു 5-6 പ്രാവശ്യം നമ്മൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഏത് എക്സസൈസിലേക്ക് പോകുമ്പോഴും അതിന് മുന്നോടിയായി നമ്മൾക്ക് ഒരു വ്യായാമത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. അപ്പം നമ്മൾക്ക് എന്നത്തെ പോലെയും 1-2 വ്യായാമങ്ങൾ നമ്മൾക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ നീ പെയിനുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ 1-2 എക്സസൈസിലേക്ക് ഞാൻ കടക്കുന്നു. അപ്പം അതിനുമായി ആദ്യം തന്നെ നമ്മൾക്ക് ബോഡിയെ റിലാക്സേഷനിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമ്മളെ കാലുകൾക്കാണ് നമ്മൾ എക്സസൈസ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മളുടെ കൈകൾക്ക് നല്ലൊരു വ്യായാമം കൊടുക്കുക. കാരണം നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും ഞരമ്പുകൾ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ നമ്മളുടെ കാലുകൾക്കുണ്ടാകുന്ന പെയിനുകൾക്ക് നമ്മൾക്ക് കൈകൾക്കും 2 എക്സസൈസുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മൾക്ക് 1-2 ചെറിയ എക്സസൈസിലേക്ക് നമ്മൾക്ക് പോവാം. ഇത് നമ്മളുടെ കാലുകൾക്കും നമ്മളുടെ കൈകൾക്ക് നല്ല ഒരു എനർജി കിട്ടുന്നതിന് നമുക്ക് ചെയ്യാവുന്ന 2 എക്സസൈസ് ആണ് ഞാനിപ്പോൾ ചെയ്തത്. നമ്മുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. അതേപോലെ നമ്മളുടെ ബോഡിയെ കൈ കൊണ്ട് ഈ ഞരമ്പുകൾക്കൊക്കെ ഒരു റിലാക്സേഷൻ കൊടുക്കാം. അതേപോലെ ഇത് തന്നെ ബാക്കിലേക്കും കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ബാക്കിലേക്കും കൊടുക്കാം. പിന്നെ നമ്മളുടെ റിസ്റ്റ്, ഇതിനൊക്കെയുള്ള എക്സസൈസും ആയിട്ട് ഞാൻ ഓരോ ക്ലാസ്സുകളിലും വരുന്നതാണ്. അപ്പൊ നമ്മളുടെ ഈ കാലുകൾക്ക് മുട്ടിന് കൊടുക്കാൻ പോകുന്ന എക്സസൈസിന് മുമ്പ് നമുക്ക് ഈ മുട്ടെ വെറുതെ റിലാക്സേഷൻ കൊടുക്കാം. കണ്ടോ, ഈ മുട്ടിനെ നമ്മളെ വെറുതെ റിലാക്സേഷൻ കൊടുക്കുക. അടുത്ത മുട്ടിനും അതേപോലെ ഒരു റിലാക്സേഷൻ ഇങ്ങനെ കൊടുക്കുക. ഇതൊക്കെ നമ്മളുടെ കാലുകളുടെ മുട്ടുകൾക്ക് പെയിൻ വരാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മളുടെ ഈ കാലിന്റെ ഈ സൈഡിനും നമ്മൾക്ക് പെയിൻ വരാതിരിക്കാനായിട്ടുള്ള എക്സസൈസ് ഉണ്ട്. കാലിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് കണ്ടോ ഇങ്ങനെ ചെയ്യാം. അതുപോലെ ഈ കാലിന്റെ ഇവിടിന്റെ വേദനയൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ മുട്ടുകൾക്ക് ഇങ്ങനെ മെല്ലെ മുട്ടുകളുടെ സ്ഥാനം, അതായത് ആ പോയിന്റ് കറക്റ്റ് ആക്കിക്കൊണ്ട് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് കാലിനെ റിലാക്സേഷൻ കൊടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് കാലുകൾക്ക്. അതുപോലെ കാലിന്റെ അടിഭാഗം അവിടെയും നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് റിലാക്സേഷൻ കൊടുക്കും. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് റിലാക്സേഷൻ. ഇത് നമ്മള് അതായത് നീ പെയിനിനെ മുന്നോടിയായിട്ട് ചെയ്യുന്ന ഒരു ചെറിയ രീതിയിലുള്ള എക്സസൈസ് ആണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു നല്ലൊരു എക്സസൈസ് ഇന്നും ഇവിടെ ചെയ്യുന്നു. ഇത് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഏത് എക്സസൈസ് ചെയ്താലും ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ബോഡിക്ക് നമ്മളൊരു എനർജിക്കലിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചെറിയൊരു വ്യായാമം. അപ്പം നമ്മളുടെ നീ പെയിനിന് വേണ്ടി, പെയിൻ ഉള്ള നമ്മുടെ കാലിന്റെ മുട്ടിന് വേദന വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് 2-3 എക്സസൈസ് ഇപ്പൊ കൊടുക്കാം. ഇനി പെയിൻ ഉള്ളവർക്ക് ആ പെയിൻ മാറിയതിന് ശേഷം മാത്രമേ ഈ എക്സസൈസ് ചെയ്യാവൂ. നമ്മൾ ഒരു മാറ്റിലേക്ക് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുക. ഈ മാറ്റിലേക്ക് ഇരിക്കുമ്പോൾ നമ്മളുടെ ബോഡി സ്ട്രെയിറ്റ് ആയി പിടിച്ച് ഇരിക്കുക. ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മളുടെ നട്ടെല്ല് നിവർത്തി ഇരിക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ഈ 2 കൈകളുടെ പത്തി ഭാഗം
ദാ ഈ പത്തിഭാഗം ഭൂമിയിലേക്ക് ശരിക്ക് പതിപ്പിച്ച് വെച്ചുകൊണ്ട് ദാ ഇങ്ങനെ കാലിന്റെ കല്ലുണ്ട്, ഈ കൈയുടെ ഈ ഭത്തിഭാഗം നന്നായി ഭൂമിയെ നമ്മളുടെ ബോഡിയുടെ രണ്ട് സൈഡിലായി, അതായത് നമ്മളുടെ ഈ ഇടുപ്പ് ഭാഗത്തിനോട് ചേർത്ത് നമ്മളുടെ കൈകൾ രണ്ടും ഭൂമിയിൽ പതിപ്പിച്ചു വെക്കുക. എല്ലാ വിരലുകൾ നേരെ മുന്നിലേക്കാക്കി പതിപ്പിച്ചു വെക്കുക. ദാ ഇങ്ങനെ. എന്നിട്ട് കൈ നമ്മളുടെ ബോഡിയെ സ്ട്രെയിറ്റ്, കയ്യിൽ നമ്മളുടെ ബലം കൊടുത്തുകൊണ്ട് ദാ ഇങ്ങനെ പൊങ്ങുക. ഈ സമയം നമ്മളുടെ കാലുകളെ മെല്ലെ ഈ കാലിന്റെ മുട്ടുകൾ രണ്ടും ഭൂമിയിലേക്ക് ശരിക്ക് അമർത്തി പിടിക്കുക. ആ സമയം നമ്മളുടെ ഈ ഉപ്പ് കുറ്റി ഭൂമിയിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കണം. ദാ ഇങ്ങനെ. ഇത് കൈ ആദ്യമേ ഇങ്ങനെ മുറുക്കി ഇവിടെ ബോഡിയോട് ചേർത്ത് പിടിക്കുക. അതിനുശേഷം നമ്മളുടെ കാലുകൾ രണ്ടും, കാലിന്റെ മുട്ടിന്റെ അടിഭാഗം ഭൂമിയിലേക്ക് ശരിക്കും നന്നായി ജോയിൻ ചെയ്ത് വെച്ച് പിടിക്കുക. അപ്പൊ നമ്മളുടെ ഈ രണ്ട് ഹീലും പൊങ്ങും. ഇത് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 6 സെക്കൻഡ് നമ്മൾ ഇതാ ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുക. നട്ടെല്ല് നിവർത്തി നമ്മളുടെ ബോഡി സ്ട്രൈറ്റ് ആയിക്കൊണ്ട്, കൈ സ്ട്രൈറ്റ് ആയിരിക്കണം. കൈ സ്ട്രൈറ്റ് ആയി പിടിച്ചുകൊണ്ട് നമ്മളുടെ കാലിന്റെ മുട്ടിന്റെ അടിഭാഗം ഭൂമിയിൽ ശരിക്ക് പതിപ്പിച്ച് പിടിച്ചുകൊണ്ട് രണ്ട് കാലിന്റെയും ഹീല് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നിർത്തി ഒരു 6 സെക്കൻഡ് ഇങ്ങനെ നിൽക്കുക. 1 2 3 4 5 6. പിന്നെ നമ്മൾ റിലാക്സേഷൻ കൊടുക്കുക. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം നമ്മൾ ഡെയിലി ചെയ്യുക. ഇത് നമ്മളുടെ കാലിന്റെ ഞരമ്പുകൾക്കും അവിടെയുള്ള മാംസപേശികൾക്കും അവിടുത്തെ മസിലുകൾക്കും നല്ല രീതിയിലുള്ള ഒരു വ്യായാമം, ഒരു എനർജിക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മളുടെ കാലുകളുടെ ഉൾഭാഗത്തേക്ക് ആനയിക്കപ്പെടുന്നു. അപ്പോൾ നമ്മളുടെ പേശികൾക്കുണ്ടാകുന്ന നീർക്കെട്ടലുകളൊക്കെ മാറി നമ്മളുടെ കാലിന്റെ മുട്ടിനുണ്ടാകുന്ന ആ പെയിൻ കുറേശ്ശെ മാറിക്കിട്ടും. ഇത് വളരെ ഹാർഡായി ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ഇട്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് ഇത് ചെയ്യുക. ഇപ്പൊ തുടക്കക്കാർക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു തുണി എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല നീറ്റായിട്ടുള്ള കുറച്ച് നീളമുള്ള ഒരു തുണി എടുക്കുക. അതിനെ ഇങ്ങനെ റോളായിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക. കണ്ടല്ലോ എല്ലാവരും? ഇതൊരു റോളാണ്. ഇങ്ങനെയുള്ള ഈ റോള് നമ്മളുടെ കാലുകളുടെ അടിഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക. കാലിന്റെ അടിഭാഗം ആ മുട്ടിന്റെ അടിഭാഗത്തായിട്ട് വെച്ച് ഭൂമിയോട് പതിപ്പിച്ച് വെക്കുക. അപ്പൊ നിങ്ങളുടെ കാല് അല്പം ഇങ്ങനെ പൊന്തിയിരിക്കും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കൈകൾ രണ്ട് സൈഡിൽ കൊടുത്തുകൊണ്ട്, തുടക്കക്കാർ ആദ്യമേ ഇങ്ങനെ നട്ടെല്ല് നിവർത്തി, കൈകൾ നിവർത്തി, ബോഡി നേരെ സ്ട്രൈറ്റ് ആയി നേരെ മുന്നിലേക്ക് നോക്കി ശ്വാസത്തെ നല്ല രീതിയിൽ തന്നെ ആഗിരണം ചെയ്തും പുറത്തേക്ക് വിട്ടും അകത്തേക്ക് വിട്ടും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസോടുകൂടെ ഇരുന്ന് നമ്മൾ ഈ 6 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചിരിക്കുക. അതിനുശേഷം മാറ്റുക. ഇത് തുടക്കക്കാർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ഇല്ലാതെ വേണം നമ്മളെ ഈ കാലിന്റെ അടിഭാഗം ഭൂമിയിലേക്ക് പതിച്ചു വെച്ച് ചെയ്യേണ്ടത്. അതാണ് നമ്മളുടെ കാലിന്റെ പെയിനിനെ മാറ്റിയെടുക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് ഇങ്ങനെ ശീലിച്ച് വന്നതിന് ശേഷം കട്ടി കുറഞ്ഞ തുണി ആയിരിക്കണം നമ്മളുടെ കാലിന്റെ മുട്ടിനടിഭാഗത്ത് വെക്കണം. ഒത്തിരി ഖനത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പം ലേശം വെച്ചിട്ട് ആദ്യം എങ്ങനെ ഇല്ല എങ്കിൽ തുടക്കക്കാർ അല്ലാതെ തന്നെ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ കാലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു എക്സസൈസ്. ഈ കാലിന്റെ മുട്ടിന്റെ വേദന നമുക്ക് മാറിക്കിട്ടുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു എക്സസൈസ്. അതിനുശേഷം രണ്ട് കൈയും വീണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കാലിന്റെ ടോ ഭാഗം വിരലുകൾ നേരെ മുന്നിലേക്ക് ശക്തിയായി വലിച്ചു പിടിക്കുക. കാലെപ്പോഴും നമ്മുടെ ഇങ്ങനെ പൊങ്ങി തന്നെ ഇരിക്കുന്ന. അതിനുശേഷം ഇങ്ങനെ മുന്നോട്ട് മലർത്തുക. പിന്നെയും ഇങ്ങനെ ടോയെ മുന്നിലേക്ക് വലിച്ചു പിടിക്കുക. കാലിന്റെ ടോ ഭാഗം മുന്നിലേക്ക് ഇങ്ങോട്ട് മലർത്തുക. ഇങ്ങനെ ചെയ്യുക. ഈ എക്സസൈസ് ആണ്
നമ്മളുടെ കാലിന്റെ മുട്ടുവേദനയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന നിരവധി എക്സസൈസുകളുണ്ട്. അതിലെ ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 എക്സസൈസാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മാറി മാറി ചെയ്യാം. ഇപ്പോഴിത് 2 എണ്ണം 6 പ്രാവശ്യം വീതം നമ്മൾ ചെയ്യുക. സാവധാനത്തിൽ സ്ലോയില് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള കാലിന് പെയിനോ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് വന്നാൽ തീർച്ചയായും ഈ വ്യായാമത്തിൽ നിന്നും നിങ്ങൾ മാറേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ രീതിയിലുള്ള ഈ എക്സസൈസ് ഒന്നും കൂടെ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ഇതാണ്. കൈകൾ 2 ബോഡിയോട് ചേർത്ത് പിടിച്ച് ബോഡി സ്ട്രൈറ്റ് ആക്കി പിടിച്ചുകൊണ്ട് എൻ്റെ കാലുകൾ 2 ഇപ്പൊ ഭൂമിയോട് ചേർന്ന് പരന്നായിരിക്കുന്നത്. എൻ്റെ ഹീല് 2 പൊങ്ങിയിരിക്കുന്നു. ഇത് 1 2 3 4 5 6 6 സെക്കൻഡ് ഞാനിത് ചെയ്തു. വീണ്ടും ഞാൻ റിലാക്സ് ചെയ്തു. എന്നിട്ട് എൻ്റെ കാലുകളുടെ മസിലുകൾക്ക് ഈ റിലാക്സേഷൻ കൊടുക്കുക. ഈ സമയം നമ്മളുടെ കൈകൾ 2 ബാക്കിലേക്ക് ടച്ച് ചെയ്ത് പുറയിലേക്കാക്കി ബോഡി സ്ട്രൈറ്റ് ആയും ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഈ റിലാക്സേഷൻ ചെയ്യാൻ. ഇതാണ് മുട്ടുകൾക്കുള്ള പെയിനിനെ സാധാരണയായിട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന 2 എക്സസൈസ്. നിരവധി എക്സസൈസുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ഏറ്റവും കാഠിന്യമേറിയ എക്സസൈസ് ആണ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ മീഡിയയിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് നമ്മൾക്കുണ്ടാകുന്ന കാലിന്റെ മുട്ടിന്റെ പെയിനുകൾ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് ഇന്നത്തെ ഈ പ്രവർത്തനം ഞാൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും പാർക്കുട്ടി മീഡിയയുടെ എല്ലാവിധ സ്നേഹ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവരെയും എൻ്റെ ഈ മീഡിയയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആശംസകൾ.